ഇന്ന് നമുക്ക് ബീഫ് തേങ്ങക്കൊത്തൊക്കെ ഇട്ടിട്ട് കറി വെക്കുന്നതിന് നോക്കാം. അപ്പൊ അത് നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. ഈ ബീഫിന്റെ പീസുകൾ കുറച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് തേങ്ങക്കൊത്താണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു തേങ്ങയുടെ പകുതി തേങ്ങ കൊത്തിയെടുത്തിട്ടുണ്ട്. എന്നാലും കനം കുറച്ചിട്ട് ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം. പിന്നെ 2 മീഡിയം സവോള സ്ലൈസ് ചെയ്തെടുത്തത്, കറിവേപ്പില, പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാം. പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തത്, ഒരു 10 വലിയ വെളുത്തുള്ളി ചതച്ചെടുത്തത്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ട മസാലപ്പൊടികൾ: 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 3/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ കുരുമുളകിന്റെ പൊടി, പിന്നെ ഉണക്കമുളക്. ഞാനിവിടെ മുളക് പൊടിക്ക് പകരം ഉണക്കമുളകാണ് എടുത്തേക്കുന്നത്. അത് ഒന്നല്ലെങ്കിൽ ഉണക്കമുളക് എടുക്കുക, അല്ലെങ്കിൽ മുളകിന്റെ പൊടി എടുക്കുക. പിന്നെ ഞാനിവിടെ ഒരു 3 ബേ ലീവ്സ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഗരം മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1.5 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, 3 തക്കോലം, ഒരു 14 കരിയാമ്പൂ, ഇതേപോലത്തെ ഒരു വലിയ കഷ്ണം കറുകപ്പട്ട, ഒരു 10 ഏലക്കായ, പിന്നെ ജാതിപത്രി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു ജാതിക്കയുടെ പകുതി പത്രിയാണ് എടുത്തേക്കുന്നത്. ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചെടുക്കണം. പിന്നെ ഈ കറിയിലേക്ക് നമ്മൾ പുളിക്ക് വേണ്ടിയിട്ട് വിനീഗറാണ് ചേർക്കുന്നത്. അത് നമ്മുടെ കറിയുടെ പുളിക്കനുസരിച്ച് ചേർക്കാം. അപ്പൊ നമുക്ക് നോക്കാം ഇതേനെ കറിയാക്കാന്ന്. ഇനി നമുക്ക് ബീഫും തേങ്ങക്കൊത്തും കൂടിയിട്ട് വേവിച്ചെടുക്കാം. ബീഫിൻ്റെ ഒപ്പം തന്നെ തേങ്ങക്കൊത്തും ചേർക്കാം. തേങ്ങക്കൊത്തായതുകൊണ്ട് തേങ്ങക്കൊത്ത് ഉടഞ്ഞൊന്നും പോവില്ല. ആ ബീഫിൻ്റെ കൂടെ തന്നെ ഇട്ട് അത് വേവിച്ചെടുക്കുമ്പോഴായിരിക്കും ആ തേങ്ങക്കൊത്തിൻ്റെ ഉള്ളിലേക്കൊക്കെയും ആ ബീഫിൻ്റെ ടേസ്റ്റ് ശരിക്കും കിട്ടുക. അതിന് വേണ്ടിയിട്ട് കുക്കറിലേക്ക് നമുക്ക് ബീഫ് ചേർക്കാം. ഇതിലേക്ക് തേങ്ങക്കൊത്ത് ചേർക്കാം. ഇതിലേക്ക് നമ്മൾ ആ ചതച്ച് വെച്ചേക്കണ ഇഞ്ചിന്ന് പകുതി ഇഞ്ചി ഇപ്പം ചേർക്കാം. ഞാനിവിടെ ഒരു വലിയ കഷ്ണം ഇഞ്ചിയാണ് ചതച്ച് വെച്ചേക്കുന്നത്. ബീഫൊക്കെ കറി വയ്ക്കുമ്പോൾ ഇഞ്ചിയൊക്കെ കൂടുതൽ ചേർത്തിട്ടുണ്ടെങ്കിൽ ആ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതിലേക്ക് നമുക്ക് ഇഞ്ചി ചേർക്കാം. കുറച്ച് കറിവേപ്പില ചേർക്കാം. പച്ചമുളക് ചേർക്കാം. ഈ കുരുമുളകിൻ്റെ പൊടി ചേർക്കാം. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ കുരുമുളകിൻ്റെ പൊടിയാണ് എടുത്തേക്കുന്നത്. ഇതിനകത്തുനിന്ന് പകുതി ഇപ്പം ചേർക്കാം. ബാക്കിയുള്ളത് ഈ കറിയിലേക്ക് നമ്മൾ മസാല ഇടുമ്പോൾ അപ്പം ചേർക്കാം. ഇനി മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടിയും ഞാനിവിടെ 3/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് എടുത്തേക്കുന്നത്. അത് പകുതി ഇപ്പം ചേർക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് ബീഫ് വേവിക്കാൻ ആവശ്യത്തിന് വെള്ളം ചേർക്കാം. ശരിക്കും ബീഫൊക്കെ നമ്മൾ വേവിച്ചിട്ട് ഇങ്ങനെ ഡ്രൈ ആക്കി എടുക്കുകയാണെങ്കിൽ ബീഫ് വേവിച്ചെടുക്കുമ്പോൾ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ബീഫ് നന്നായിട്ട് കഴുകി വാരിയിട്ട് ഇതേപോലെ കുക്കറിലേക്ക് ഇടുക. എന്നിട്ട് കുക്കറിൻ്റെ വിസിലിടാണ്ട് വെറുതെ ഇതേപോലെ കുക്കറിൻ്റെ അടപ്പൻ ഇതേപോലെ വെറുതെ വെച്ചിട്ട് ഇങ്ങനെ മൂടി വയ്ക്കുക. എന്നിട്ട് ബീഫ് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഒന്നുകൂടി നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. ആ ബീഫ് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ബീഫിൻ്റെ ഉള്ളിൽ നിന്ന് ആ ബീഫ് വേവാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് വെള്ളം വരും. അങ്ങനെ ബീഫ് നന്നായിട്ട് ചൂടായി കഴിഞ്ഞ് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുത്തിട്ട് പിന്നെ കുക്കർ അടച്ചിട്ട് വിസിലിട്ടിട്ട് ബീഫ് വേവിച്ചെടുക്കുക. നമ്മുടെ നാട്ടിലേക്ക് കിട്ടുന്ന ബീഫൊക്കെ ആണെങ്കിൽ നല്ല വേവുള്ള ബീഫായിരിക്കും. ഇപ്പോൾ ഒരു വിസിൽ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 20 മിനിറ്റൊക്കെ വേവിച്ചാൽ മതി. ആ ബീഫ് പെട്ടെന്ന് വെന്ത് കിട്ടും. ഇവിടെ കിട്ടുന്ന ബീഫൊക്കെ പെട്ടെന്ന് വേവണ ബീഫാണിത്. ഇപ്പോൾ ഇതൊരു വിസിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10 മിനിറ്റൊക്കെ മൂടി വെച്ചാൽ മതി. ഇവിടുത്തെ ബീഫൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രോയിലർ ചിക്കൻ്റെ പോലത്തെ ബീഫാണിത്. പക്ഷെ നമ്മുടെ നാട്ടിലെ ബീഫായിരിക്കും കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഈ കറി ഞാനിവിടെ വയ്ക്കുന്നത് കുറച്ച് ചാറിലാണ് വയ്ക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് വേണം ഈ ബീഫ് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. ഈ ബീഫ് വേവിച്ചെടുക്കുമ്പോൾ മുളകിൻ്റെ പൊടി ചേർക്കണ്ട. മുളകിൻ്റെ പൊടിയേക്കാളും എപ്പോഴും ബീഫ് വേവിച്ചെടുക്കുമ്പോൾ
ടേസ്റ്റ് ഉണ്ടാവുക പച്ചമുളകും കുരുമുളകിൻ്റെ പൊടിയായിരിക്കും. നമുക്ക് തീ ഓണാക്കാം. ഈ മൂടി വെച്ചിട്ട് ഈ ബീഫ് വേവിച്ചെടുക്കുക. ഒരു വിസിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മീഡിയം ഫ്ലെയിമിലിടുക. ഇപ്പോൾ കുക്കറിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഈ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് വേവിച്ചെടുക്കുക. ഇത് വേവുമ്പോഴേക്കും ഇതിലേക്കുള്ള മസാലകൾ ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചെടുക്കുക. ഗരം മസാല ചൂടാക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അതിൻ്റെ കൂടെ ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പിടി തേങ്ങാക്കൊത്തും കൂടി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ തേങ്ങാക്കൊത്തും കൂടിയിട്ട് ഈ ഗരം മസാലയുടെ കൂടെ ഇട്ടിട്ടൊന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചെടുക്കണം. അതിന് തേങ്ങാക്കൊത്തും കൂടി നമ്മൾ ആ കറിയിലേക്ക് ചേർത്തെടുത്തിട്ടുണ്ടെങ്കിൽ ആ കറിയുടെ ഗ്രേവിക്ക് നല്ല തിക്നെസ് ഉണ്ടാവും. ആ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. തേങ്ങക്കൊത്ത് വളരെ കുറച്ച് ചേർത്താൽ മതി. ഞാനിവിടെ ഒരു പിടി മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇത് നമുക്കൊരു ചെറിയൊരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. ഈ തേങ്ങക്കൊത്ത് നന്നായിട്ട് വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. തേങ്ങക്കൊത്ത് ഇതിൻ്റെ കൂടെ കിടന്ന് നന്നായിട്ടൊന്ന് ചൂടായാൽ മതി. അതിന് വേണ്ടിയിട്ട് ഈ പാനിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിക്കാം. ഈ ഓയിൽ ചേർക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ തേങ്ങക്കൊത്ത് പതുക്കെ ഒന്ന് മൊരിയാൻ വേണ്ടിയിട്ടാണ്. നല്ല ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല. കുറച്ച് ഈ ചൂടായ ഓയിലിലേക്ക് ഏറ്റവും ആദ്യം തേങ്ങക്കൊത്ത് ചേർക്കാം. ഇതിലേക്ക് ഗരം മസാല ചേർക്കാം. നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെക്കാം. ഈ ഗരം മസാലയിൽ ഞാൻ കൂടുതൽ പെരിഞ്ജീരകമാണ് ചേർത്തേക്കുന്നത്. ബീഫിൻ്റെ കറിക്കൊക്കെ എപ്പോഴും പെരിഞ്ജീരകത്തിൻ്റെ ടേസ്റ്റാണ് നല്ല രസം ഉണ്ടാവുക ബീഫ് കറിക്ക്. കറുകപ്പട്ട ചേർക്കാം. അതൊക്കെ ചെറുതാക്കിയിട്ട് ചേർക്കാം. ഈ ഉണക്കമുളക് ചേർക്കാം. ഉണക്കമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം. ബേ ലീവ്സ് ഇതിൻ്റെ ഒപ്പം ചേർക്കണ്ട. അത് നമുക്ക് കറിയിലേക്ക് നേരിട്ട് ചേർക്കാം. ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. തീ നന്നായിട്ട് കൂട്ടി വയ്ക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചൂടാക്കിയെടുക്കുക. ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. തീ ഓഫ് ചെയ്യാം. ഇത് നന്നായിട്ട് ചൂടാറി കഴിയുമ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഏറ്റവും അത് നന്നായിട്ട് പൊടിക്കുക. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇപ്പോൾ ബീഫും തേങ്ങക്കൊത്തും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് നമുക്ക് കറിയാക്കാം. ഇത് കറിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നല്ല കട്ടിയുള്ളൊരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. ഈ പാൻ ഞാൻ പുതിയത് വാങ്ങിച്ചതാണിത്. ഇത് കാസ്റ്റ് ചെയ്യേണ്ട പാനാണിത്. നല്ല കനമുള്ള പാത്രമാണിത്. ഇപ്പോൾ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം. ഈ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചേക്കണം സവോള ചേർക്കാം. ഈ കറിയിലേക്ക് ഞാൻ സവോള കുറച്ച് കൂടുതൽ ചേർക്കുന്നുണ്ട്. ഇപ്പോഴായിരിക്കും അതിൻ്റെ ഗ്രേവിക്ക് നല്ല തിക്കായിട്ടിരിക്കുക. ഈ ചതച്ച് വെച്ചേക്കണം വെളുത്തുള്ളി ചേർക്കുക. ഇനി ചതച്ച് വെച്ചേക്കണം ഇഞ്ചി ചേർക്കുക. കറിവേപ്പില ചേർക്കുക. ഇപ്പോൾ സവോളയ്ക്ക് മൊരിഞ്ഞിട്ട് നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇത് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാം. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഈ മഞ്ഞൾപ്പൊടി ഇതിനകത്ത് കിടന്ന് നന്നായിട്ട് മൊരിയണം. ആ മഞ്ഞളുടെ ആ പച്ചക്കുത്ത് മാറണം. മഞ്ഞൾപ്പൊടി ഇതിനകത്ത് കിടന്ന് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് മല്ലിപ്പൊടി ചേർക്കാം. ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. മല്ലിപ്പൊടിയൊക്കെ ചേർക്കുമ്പോൾ ഫ്രഷായിട്ട് മല്ലി പൊടിച്ചിട്ട് ചേർക്കുക. അപ്പോഴായിരിക്കും നമ്മുടെ കറിക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. മല്ലിയൊക്കെ പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഫ്രഷായിട്ടുള്ള മല്ലി ഇട്ടിട്ട് പൊടിച്ചെടുത്താൽ മതി. നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുരുമുളകിൻ്റെ പൊടി ചേർക്കാം. ഇപ്പം എല്ലാ മസാലപ്പൊടികളും ഇതിനകത്ത് കിടന്ന് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കണ തേങ്ങയും ഗരം മസാലയും കൂടിയിട്ടുള്ള പേസ്റ്റ് ചേർക്കാം.
ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. ഈ ജാറിൻ്റെ ഉള്ളിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം കൂടിയും ചേർക്കാം. ഈ തീ നന്നായിട്ട് കൂട്ടി വയ്ക്കുക. നമ്മൾ മാറ്റി വെച്ചേക്കണ ബേ ലീവ്സും ചേർക്കാം. അതിലേക്ക് 2 ബേ ലീവ്സാണ് ചേർക്കുന്നത്. ഈ വേവിച്ച് വെച്ചേക്കണ ഈ ബീഫും തേങ്ങക്കൊത്തും കൂടിയിട്ട് ഈ കറിയിലേക്ക് ചേർക്കാം. ഈ കറിയുടെ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കാം. ഈ കറിയുടെ ഏറ്റവും ലാസ്റ്റ് ഇതിലേക്ക് നമുക്ക് വിനീഗർ ചേർക്കാം. ഇത് നമുക്ക് മൂടി വെച്ചിട്ട് ഈ കറി നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. ഈ കറി നന്നായിട്ട് തിളച്ചിട്ട് ഇതിൻ്റെ ഗ്രേവിക്കും ചെറുതായിട്ടൊന്ന് തിക്കായിട്ട് വരണം. നമുക്കിത് മൂടി വയ്ക്കാം. ഈ കറി നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. ഇപ്പോൾ ഈ കറിയിലെ ഗ്രേവിക്കും ചെറുതായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വിനീഗർ ചേർക്കുക. അത് നമ്മുടെ കറിയുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. ആദ്യം കുറച്ച് ചേർക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ടേസ്റ്റ് നോക്കിയിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ രണ്ടാമതും ചേർക്കാം. ഈ തീ കൂട്ടി വെച്ചിട്ട് കറി നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ തീ ഓഫ് ചെയ്യാം. ആ വിനീഗർ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ തേങ്ങക്കൊത്തിട്ട് വെച്ച ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. ഈ കറി ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനൊക്കെയും നല്ല ടേസ്റ്റുള്ളൊരു കറിയാണിത്. ഈ കറിക്ക് നല്ല റെഡ് കളർ വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് മുളക് ചേർക്കുമ്പോൾ കാശ്മീരി മുളകും സാധാരണ മുളകും കൂടിയിട്ട് രണ്ടും കൂടിയിട്ട് ചേർക്കാം. കാശ്മീരി മുളക് ചേർത്തിട്ടുണ്ടെങ്കിൽ കറിക്ക് നല്ല കളർ ഉണ്ടാവും, എരിവ് കുറവായിരിക്കും. അപ്പോൾ എരിവിന് വേണ്ടിയിട്ട് മറ്റേ മുളകും കൂടിയും ചേർക്കണം. പിന്നെ കറി ഒന്ന് ഇരുന്ന് കഴിഞ്ഞ് കഴിയുമ്പോഴും ആ കറിക്ക് ഒരു കളർ കിട്ടും.